പ്രേക്ഷകരെ വിവാദങ്ങൾക്കിടെ അമ്മ എക്സിക്യൂട്ടീവ് യോഗവും ഇന്നാണ് കേട്ടോ. രാവിലെ 10 മണിക്കാണ് യോഗം ചേരുക. ടിനി ടോമിനെതിരായ അൻസിബയുടെ ആരോപണം ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. പരസ്യ പ്രതികരണം നടത്തിയ അൻസിബയ്ക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട്. കരാർ രേഖയും അമ്മയിലെ CCTV ദൃശ്യങ്ങളും ചോർന്നതിൽ വാഗ്വാദങ്ങൾ കനക്കാനും ഇടയുണ്ട്. റഹീം തുടരുന്നുണ്ട്. ആ വാർത്തയുടെ കൂടെ വിശദാംശങ്ങളുമായിട്ട് റഹീമെ, അമ്മയെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. പല വിഷയങ്ങളും, ഒരെണ്ണം അൻസിബയ്ക്ക് ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയൊക്കെ ഇത് പോലീസ് കേസായ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം. സേതു, തീർച്ചയായും നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. ഈ ടിനി ടോമിനെതിരെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബ ഉന്നയിച്ച പരാതി, അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഓഫീസർ മാനേജർ അതുല്യ, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനെതിരെ ഉന്നയിച്ചിട്ടുള്ള പരാതി, ഈ പരാതികളൊക്കെയും ഇങ്ങനെ നിലനിൽക്കുന്നതിനിടയിലാണ് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുന്നത്. ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളത്, അതായത് എന്ത് തീരുമാനം വന്നാലും അതൊക്കെ നിർണായകമാകും. കൂടാതെ ഈ നേതൃത്വത്തിനെതിരെ തന്നെ പരസ്യമായി രംഗത്ത് വന്ന അൻസിബയ്ക്കെതിരെ സ്വീകരിക്കേണ്ട നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. കൂടാതെ ഈ മാസം 21-ന് അമ്മ ജനറൽ ബോഡി യോഗം ചേരുകയാണ്. ആ ജനറൽ ബോഡി യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും വലിയ വിവാദങ്ങൾ അമ്മയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നതിനിടെ ഇത്തരത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും, അതായത് അൻസിബ ഉന്നയിച്ച പരാതി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു അമ്മ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ സ്വീകരിച്ച നിലപാട്. എന്നാൽ അതിനെ ഒരു വിഭാഗം, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെയുള്ള ഒരു വിഭാഗം എതിർക്കുകയും അമ്മ എക്സിക്യൂട്ടീവിൽ തന്നെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയുമായിരുന്നു. അങ്ങനെയാണ് അൻസിബയുടെ ഉൾപ്പെടെയുള്ള പരാതികൾ ഈ അമ്മ എക്സിക്യൂട്ടീവിലേക്ക് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ വലിയ രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങൾ